പുലിദൈവങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കണ്ണൂരിലെ കാവുകൾ. കണ്ണൂരിൽ പുലിയിറങ്ങുന്നത് അടുത്ത കാലത്ത് വലിയ വാർത്തയായി മാറിയതാണ്. എന്നാൽ പുലി മാത്രമല്ല, കണ്ണൂരിലെ കാവുകളിൽ പുലിദൈവങ്ങളുമുണ്ട്. കണ്ണൂർ ചക്കരക്കല്ലിലെ 3 കാവുകളിൽ പുലിദൈവങ്ങളാണ് പ്രധാന ആരാധനാമൂർത്തികൾ. ഇരുവേരിയിലും കിലാലൂരിലും കാഞ്ഞിരോടും പുലിദൈവങ്ങളാണ് വർഷത്തിൽ കെട്ടിയാടുന്നത്. വനത്തിൻ്റെ സൗന്ദര്യവും നിഗൂഢതയും കാത്തുസൂക്ഷിക്കുന്നതാണ് ഈ കാവുകൾ. വള്ളിപ്പടർപ്പ് കൊണ്ട് സമ്പുഷ്ടമായ ഇരുവേരിക്കാവിലെ വള്ളിപ്പടർപ്പുകളിൽ ഇപ്പോഴും വെയിൽ കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളുമുണ്ട്. ഭയഭക്തിയോടെ നാട്ടുകാർ ഈ വനം സംരക്ഷിക്കുന്നു. വനമധ്യത്തിൽ കാതോർത്താൽ പുലിയുടെ മുരൾച്ച അറിയാതെ തന്നെ കാതുകളിൽ അലയടിക്കും. സാമ്രാജ്യമാണ് ഇരുവേരിക്കാവിനെ വ്യത്യസ്തമാക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നരിയും പുലിയും അടക്കി വാഴുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വനസാമ്രാജ്യമാണ് ഇരുവേരിക്കാവിനെ വ്യത്യസ്തമാക്കുന്നത്. കാവിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്തെന്നില്ലാത്ത കുളിർമയാണ് അനുഭവപ്പെടുക. ഒരുപാട് കൊത്തുപണികളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഗോപുരം വിശേഷ ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന പടിഞ്ഞാറേ നടയിൽ സ്ഥിതി ചെയ്യുന്നു. കാവിന് മുൻപിലൂടെ കാടിനെ മുറിച്ചുകൊണ്ട് കല്ലുപാകിയ നടവഴി താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ കുളത്തിലേക്കാണ് എത്തിച്ചേരുക. മനോഹരമായ കുളം ആരെയും ആകർഷിക്കും. ഇരുവേരിക്കാവിൻ്റെ ഈ വനസൗന്ദര്യമാണ് തെയ്യക്കാലത്ത് ദൂരദേശങ്ങളിൽ നിന്നുപോലും പല ആളുകളും ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കാരണം. ഗണപതിയാർ, കരിന്തിരിക്കണ്ണൻ, അപ്പക്കള്ളൻ, കാളപ്പുലിയാർ, പുള്ളിക്കരിങ്കാളി, പുല്ലൂർക്കാളി, പുലിമുത്തപ്പൻ തുടങ്ങിയ ഏതാണ്ട് 9 തെയ്യങ്ങളാണ് ഉത്സവകാലങ്ങളിൽ ഇവിടെ കെട്ടിയാടുന്നത്. കണ്ണൂർ ജില്ലയിൽ ചക്കരക്കൽ പിന്നിട്ടാൽ പാനേരിച്ചാലിനടുത്തെ RV മുട്ടയിലാണ് ഇരുവേരിക്കാവ് പുലിദൈവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരുവേരിക്കുന്ന് കൈലാസം എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പണ്ട് ശിവപാർവതിമാർ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് 2 പുലികൾ ഇണചേരുന്നത് കാണാനിടയായി. ശിവപാർവതിമാർ അപ്പോൾ പുലിയുടെ വേഷം സ്വയം സ്വീകരിച്ചു. ഈ രൂപങ്ങളാണ് പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയും. ഇവരുടെ ആൺമക്കളാണ് കണ്ടപ്പുലി, മാരപ്പുലി, കാളപ്പുലി, പുലിമാരുതൻ, പുലിയൂർക്കണ്ണൻ, ഇളയവൾ പുലിയൂർക്കാളിയും. ഇതിൽ ആൺമക്കളെ ഐവർ പുലിമക്കൾ എന്ന് വിളിക്കും. ഈ 6 പുലിമക്കളും ഓടി ഒളിച്ചിരുന്ന സ്ഥലമാണത്രേ ഇരുവേരി. പുള്ളിക്കരിങ്കാളി ഗർഭിണിയായപ്പോൾ മാംസം കൊടുക്കാൻ വേണ്ടി പുള്ളിക്കണ്ടൻ കുറുമ്പാതിരി വാണോരുടെ ആല തകർത്ത് പശുക്കളെ കൊന്നു. പുലികളുടെ വിദ്യയാണിതെന്ന് മനസ്സിലാക്കിയ വാണോർ പുലികളെ കൊല്ലാൻ കരിന്തിരി നായരെ ഏൽപ്പിച്ചു. നായരെ പുലിക്കണ്ടൻ കൊന്നു. പുലികളുടെ രഹസ്യം മനസ്സിലാക്കിയ വാണോർ പുലിദൈവങ്ങൾക്ക് സ്ഥാനം നൽകി ആദരിച്ചു. 5 ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മകം 28 മുതൽ കുംഭം 1 വരെയാണ് ഇവിടെ ഉത്സവം. ഇരുവേരിക്കാവിൻ്റെ അതേ മാതൃകയിൽ തന്നെ കാഞ്ഞിരോടും കിലാലൂരിലും പുലിദൈവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ക്ഷേത്രത്തിന് നേരെ മുമ്പിലേക്കുള്ള പാത. ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് കുളത്തിലേക്കാണ്, ക്ഷേത്രക്കുളത്തിലേക്കാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആചാര്യന്മാർ ഈ കുളത്തിലാണ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നത്. ഈ ക്ഷേത്രത്തിന് തൊട്ടു മറുകരയിലായിട്ടാണ് ഇവിടുത്തെ പരാശക്തികളുടെ ആരുട കേന്ദ്രം. പ്രധാന ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ 2 അമ്പലങ്ങൾ കാണാം തൊട്ടടുത്തടുത്തായിട്ട്. അതിൽ ഒരമ്പലത്തിൽ 3 തെയ്യങ്ങളുടെ ആരുട കേന്ദ്രവും മറ്റ് ഇതിൽ 6 തെയ്യങ്ങളുമാണുള്ളത്. ഈ സൈഡിൽ കാണുന്ന ആ ഒരു ചെറിയ അമ്പലം അത് ഗുരുസ്ഥാനമാണ്. കൂടാതെ ഇവിടെ നാഗത്തിൻ്റെ ചെറിയൊരു നാഗത്തറയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവിടെ ഉത്സവം നടന്നു വരികയാണ്. ഫെബ്രുവരി 11 മുതൽ 14 വരെയാണ് ഇവിടെ ഉത്സവം. തെയ്യക്കോലങ്ങൾ പ്രധാനമായിട്ടും ഫെബ്രുവരി 12, 13, 14 തീയതികളിലാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആചാരങ്ങളുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിത്യപൂജയൊന്നുമില്ല. വർഷങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ ക്ഷേത്ര നട തുറന്ന് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുക. ഇതുപോലെ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.